ഇപ്പൊ നാട്ടുകാരെ ഫുള്ള് അൻസു ഈ ഒരു റീലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എവിടെ കാഞ്ഞിരമറ്റത്തല്ലേ ആ ഒരു അൻസു നിൽക്കുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാരെ മൊത്തം റീലിൽ കൊണ്ടുവരാറുണ്ടെന്ന് തോന്നുന്നു. എത്ര പേര് വരാറുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ വരാറുണ്ട്? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലും ഉണ്ട്, മുമ്പത്തെ വീട്ടിലും ബാക്കിത്തെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വരാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിലുള്ള പിള്ളേരും ഉണ്ട്, ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലുള്ളവരും ഉണ്ട്. എല്ലാരും. ഇപ്പൊ ഈ സ്കൂളിൽ വെച്ചുള്ള റീലൊക്കെ എങ്ങനെ ചെയ്യാ? ആ സമയത്ത് സ്കൂളിലൊക്കെ ഫോൺ കൊണ്ടുപോകാമോ? ഇല്ലില്ല, ഫോൺ കൊണ്ടുപോകില്ല. അന്നൊരു ഗാന്ധി ജയന്തി അല്ലേ, ഇൻഡിപെൻഡൻസ് ഡേയോ, എന്തൊരു പ്രത്യേക ദിവസം മറ്റേ ലീവായിരുന്നു. അന്ന് ഞങ്ങള് പെർമിഷൻ ചോദിച്ചിട്ട് ടീച്ചേഴ്സ് ഒക്കെ നല്ല സ്കൂളിൽ നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ടാ. അപ്പൊ HM നല്ല സപ്പോർട്ടാ. അപ്പൊ HM ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെന്താ ചെയ്തോ, അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടാണ്, മാനേജറിനോടൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇവരൊക്കെ ആദ്യമേ മടിക്കില്ലേ, അയ്യോ വേണ്ട ഞാനൊന്നുമില്ല, അങ്ങനെയൊക്കെ മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അതിന്റെ അകത്ത് വരാനായിട്ട്? അപ്പൊ എങ്ങനെ വലിച്ചു കൊണ്ടുവരാ? ശരിക്കും പറഞ്ഞാ അമ്മമാർക്ക് അങ്ങനെ ഇല്ല, അമ്മമാർക്ക് അങ്ങനെ മടി കാണിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഫ്രണ്ട്സ് അയ്യോ ഞാനെങ്ങനെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് മനസ്സിലായി അവർക്ക് തന്നെ അഭിനയിക്കാൻ അറിയാന്ന്. പക്ഷെ എന്നിട്ട് ഇപ്പൊ കൃഷ്ണവനോട് ആരോടെങ്കിലും ചോദിച്ചാൽ അവരോട് ഇപ്പൊ ചോദിച്ചാൽ അവര് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയും. പക്ഷെ അവർക്ക് അത്യാവശ്യം അറിയാം. പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കലാണോ അത് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഡയലോഗ് ഉൾപ്പെടെ കാണിച്ചു? ഡയലോഗ് ഉൾപ്പെടെ എക്സ്പ്രഷൻ, കൈ എങ്ങനെ എടുക്കണ്ടേ, അതൊക്കെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാണ് ചെയ്യുന്നത്. പിന്നെ ഡയലോഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് വല്ലപ്പോഴും പറഞ്ഞു കൊടുക്കുക, മാക്സിമം കാണിച്ചു കൊടുക്കുന്നതാണ് ചെയ്യാറ്. അവരുടെ കയ്യിൽ നിന്നിട്ടൊക്കെ എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അവരുടെ കയ്യിൽ നിന്നിട്ട് ചെയ്താ അത് കേറ്റാറുണ്ട്. അത് ഇപ്പൊ ഞാനിപ്പോ എന്താ മറ്റേ തീറ്റപ്രതികാരം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, 10 മില്യൺ 9 മില്യൺ 10 മില്യൺ അടിച്ചത്. അമ്മൂമ്മയും കൂടെ പോയിട്ട് എല്ലാരും പോയി കഴിക്കുന്ന മിച്ചറൊക്കെ വാരിയിരുന്നത്. അതിനകത്ത് ഈ അവലല്ലേ ഫസ്റ്റ് അലവ നനച്ചതെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും തെറ്റിപ്പോയതാണ് അലവാന്ന്, അവലെന്നാണ് സംഭവം. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് നമുക്ക് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ കിടിലൻ കൺസെപ്റ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കൂല അങ്ങനെ എല്ലായിടത്തും പോയിട്ട് അവിടെ നിന്ന് സാധനം എടുത്തിട്ട് വരാന്ന്. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധികളാണ്? ഇതൊക്കെ സാറിന്റെ ആണോ? ശരിക്കും പറഞ്ഞ കുടുംബശ്രീ, ശാന്താമ്മ കുടുംബശ്രീയിലുള്ളതാണ്. ഇത് ഞങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ സാറൊരു പ്ലാൻ തന്ന്, ഇങ്ങനെ ഒരു ഇത് തന്ന്, നീ ഇങ്ങനെ നമ്മുടെ ഓൾറെഡി വീട്ടിൽ നിന്ന് കുറെ പേര് കഴിച്ചിട്ട് പോയി, അപ്പഴത്തേക്കും നീ അതിനെ റിവെഞ്ച് എടുക്കാൻ പോണ്, അങ്ങനെ ജസ്റ്റ് ഒരു കണ്ടന്റ് വന്നപ്പോഴത്തേക്കും അത് ഞങ്ങളിട്ടരും കൂടെ അത് ഓരോരോ ഷോർട്ടാക്കി സീനാക്കി സെറ്റാക്കി അടിപൊളിയാക്കി ചെയ്തതാണ്. ഈ വീട്ടിൽ ഇതൊക്കെ കാണിക്കുമല്ലോ, അതായത് ആദ്യമേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമോ, അതോ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കാണിക്കത്തേ ഉള്ളൂ അമ്മയടുത്തും പപ്പയടുത്തൊക്കെ? ഇത് എന്റെ മനസ്സിലൊരു കണ്ടന്റ് തോന്നിയാ അത് ഓൾറെഡി ഫാമിലിനോട്, വീട്ടുകാരോട് പറയും, അമ്മയോടും പപ്പായോടും ചേച്ചിയോടൊക്കെ പറയും, ചേച്ചിനോട് ചേട്ടാനോടൊക്കെ പറയും. എന്നിട്ടാണ് ഞാൻ സാറിനോട് പറയാ. സാറിനോട് പറഞ്ഞ സാർ കണ്ടന്റ് എല്ലാം സെറ്റാക്കി പക്കയാക്കിയിട്ട് ഞാൻ ഇവരെ കാണിക്കും. അപ്പൊ ഇവരും ഓക്കെ പറയും. ഇവരെ വീട്ടുകാരും കണ്ടന്റ് ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്, എല്ലാരും സഹായിക്കാറുണ്ട്. ഏറ്റവും കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കര് ആരാ വീട്ടിലെ? അമ്മേനെ നോക്കണ്ട, അങ്ങനെ ചോദിച്ച ബാക്കിയൊക്കെ എന്നെ കൂട്ടാ പറഞ്ഞാ മതിയാ. എന്നെ കൂട്ടാതെ അമ്മയാണ് ഓരോ കണ്ടന്റ് ഒക്കെ പറഞ്ഞുതരാ. എല്ലാ കണ്ടന്റ് ഇല്ല, ചില കണ്ടന്റ് ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞുതരും. ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരാം. അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ അൻസുവിന്റെ തലയിലാണ്. കൗണ്ടറൊക്കെ കയറ്റുന്നത്, ഇപ്പൊ ഒരു കണ്ടന്റ് സെറ്റാക്കി അതിന്റെ കൗണ്ടറൊക്കെ കയറ്റാനിട്ട് ഇന്ന കൗണ്ടർന്ന് എടുത്തു നോക്ക്, അത് നോക്കി നോക്ക്. അങ്ങനെ പപ്പയും പറയും, അമ്മയും പറയും, ചേട്ടനും പറയും, ചേച്ചിയും പറയും. ചേട്ടനെ പോയി നോക്കിയല്ല, ചേച്ചിയൊക്കെ പറയാറുണ്ട് അത് നല്ലതായിരിക്കും. ഈ വീട്ടില് അത്രയും സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ അച്ഛനാണ്, പപ്പയാണ് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നു തോന്നുന്നു. അപ്പൊ പപ്പ എപ്പോഴെങ്കിലും മോളെ ഇത് റിസ്ക് ആണ് നമുക്ക് വേണ്ടാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അവര് ഓൾറെഡി ഇങ്ങനെ വീഡിയോ ക്രിയേറ്റേഴ്സ്, ഇങ്ങനെ വേറെ ക്രിയേറ്റേഴ്സിനൊക്കെ കാണാറുള്ളതാ, അങ്ങനെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണാറുള്ളവരാ, ഒക്കെ കാണാറുള്ളവരാ. ഓക്കെ, അപ്പൊ അപ്പൊ അങ്ങനെ വീഡിയോസ് ഒക്കെ കാണാറുള്ളവരാ. അപ്പത്തേക്കും അതിനിപ്പോ എന്താ ചെയ്തോ, സാറിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവരോടും കൂടെ പറഞ്ഞ നല്ല തീരുമാനമാണല്ലോ, മറ്റേതിനേക്കാളും നല്ലതാണ്.
അങ്ങനെ തോന്നി അവരെയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആരെങ്കിലും നെഗറ്റീവ് വന്നിട്ടില്ല. നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഇപ്പൊ റിസ്ക് ഉണ്ട് എന്ന് തോന്നണ എന്താന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൈസ ഇറക്കുന്നതാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. റിസ്ക് ആണല്ലോ ആ ഒരു ഇതിലാണ് നിങ്ങൾ ഫുള്ള് പോവാ. അപ്പൊ അമ്മയും അച്ഛനും എല്ലാരും ഇതിനു വേണ്ടി സപ്പോർട്ടിൽ എത്ര ദിവസം എടുത്തിട്ടുണ്ട് ആ ഒരു ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇവര് കൂടെ വന്നത്? ഒരു വീഡിയോക്ക് എത്ര ദിവസം എടുക്കുന്നതാണോ? അല്ല ഞാൻ ഷോർട്ട് ഫിലിമിന്റെ കാര്യം. ഷോർട്ട് ഫിലിം ഒരു 2 ദിവസം. എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷോർട്ട് ബൈ ഷോർട്ട് ഒക്കെ കാര്യങ്ങൾ അത് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ, ആദ്യമേ ഇപ്പം നേരത്തെ പറഞ്ഞു ട്രെൻഡിനനുസരിച്ച് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ സ്മോൾ മെസ്സേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ, യൂട്യൂബിലെ പണ്ട് ചെയ്തിട്ടുള്ള ഡബ് സ്മാഷ് അങ്ങനെ ചെറിയ സ്മോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും ഇന്നത്തെ വീഡിയോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്താ അനുസരിച്ച് തോന്നണേ? എനിക്ക് സത്യമായിട്ട് അത് ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് വീഡിയോ, അപ്പൊ വെളിയിലാ സമയത്ത് എന്തൊക്കെയാ ചെയ്തു പോയി ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഇതാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഒരു പണ്ടത്തെ ഇങ്ങനെ റീൽസ് അങ്ങനത്തെ. പക്ഷെ ഒരുപാട് ഇങ്ങനെ ബെറ്റർ ആയി. അതായത് എന്താ പറയാ, ഇപ്പൊ നേരത്തെ ക്രിഞ്ചാണെന്ന് പറഞ്ഞെങ്കിലും അത് ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും ക്വാളിറ്റി വൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഒന്നാമത് എഡിറ്റിങ്ങിന് ഞാൻ നേരത്തെ ഇതിനേക്കാളും കൂടുതൽ ഇപ്പൊ നന്നായിട്ട് അത്യാവശ്യം അല്ലാതെ എഡിറ്റ് ചെയ്യും. എല്ലാം ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഈ ക്യാമറയുടെ ആംഗിളും പരിപാടികളൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ തരാറുണ്ട്, ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇത് ആരെ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നേ? ശരിക്കും പറഞ്ഞ ക്യാമറ എഡിറ്റിങ്, കണ്ടന്റ്, അങ്ങനെ എല്ലാ സംഭവം എല്ലാം ഞാൻ തന്നെയാ. ആംഗിൾ വെക്കുന്നത് എനിക്ക് ആരും അങ്ങനെ പറഞ്ഞു തരാറില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവര് വെക്കുന്ന ആംഗിൾസ് കണ്ട് അങ്ങനെ പഠിച്ച് എന്റെ അടുത്ത് അങ്ങനെ ആംഗിളിന്റെ കാര്യം ആരും പറയാൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചാൽ നല്ലതായിരിക്കും, ഇവിടെ വെച്ചാൽ ആംഗിൾ അല്ല വെട്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴേക്കും അല്ലെങ്കിൽ അമ്മുമ്മയും അൻസും ഒക്കെ ഉള്ളപ്പോഴേക്കും ആരാ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു? വീഡിയോസ് ഞാൻ ഇല്ലാത്ത ടൈമാണെങ്കിൽ ഞാൻ തന്നെ വീഡിയോസ് എടുക്കും. ഓൾറെഡി സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഫോക്കസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരാൾ ബാക്കി വേണമല്ലോ. അപ്പൊ ഞാനുള്ള സമയത്ത് ഞാൻ ഫ്രെയിമിലുണ്ടെങ്കിൽ അമ്മ, പപ്പ, ചേച്ചി ആര് വേണം നോക്കും. ചേച്ചിയൊക്കെയാണ് K4 കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തത്. ചേച്ചിയാ ഡാൻസിന് മൂവ്മെന്റ് ഉള്ള വീഡിയോസ് ഒക്കെ മിക്കതും ചേച്ചി എടുത്തേക്കാണ്. അമ്മയെ എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് ഇപ്പോഴും ഫലൂഡ മേടിച്ചു കൊടുക്കണോ? അതായത് അന്ന് KFC മേടിച്ചു കൊടുത്തായിരുന്നു. ശ്രീവലിക്ക് മറ്റേ പുഷ്പ 2ന്റെ സ്പൂഫ് ചെയ്തതിന് ചേച്ചിക്ക് ബർഗർ മേടിച്ചു കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ വരുള്ളൂ. അവര് കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവള് കണ്ടന്റ് പറഞ്ഞില്ല, അവള് കൗണ്ടർ പറഞ്ഞു തരും. അവൾക്ക് നന്നായിട്ട് തോന്നണ കൗണ്ടറൊക്കെ പറഞ്ഞു തരും. കൗണ്ടർ ക്വീൻസ് ആണല്ലോ രണ്ടുപേരും. എല്ലാവരും